ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രി ബിടെക് KTU കെമിസ്ട്രി 2024 സ്കീമിൽ ഡിസംബർ 2024 എക്സാമിൻ്റെ സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. 2024 സ്കീമിൽ ആകെ ഒരു എക്സാം ഇതുവരെ നടന്നിട്ടുള്ളൂ നമുക്കറിയാം. അത് ഡിസംബർ 2024 എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ഹാവ് ഹയർ ലാംഡ മാക്സ് വാല്യൂ, ഈഥീൻ ഓർ 1,3-ബ്യൂട്ടാഡൈൻ എക്സ്പ്ലെയിൻ. അപ്പോൾ ഇത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം. വേവ് ലെങ്ത്, ഹയർ വേവ് ലെങ്തിൽ അബ്സോർബ് ചെയ്യുന്നത് ഈഥീൻ ആണോ 1,3-ബ്യൂട്ടാഡൈൻ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈഥീൽ അല്ലെങ്കിൽ എഥിലീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അതായത് ഒരു സിംഗിൾ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണുള്ളത്. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ. അതിന്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് 169 ആയിരിക്കും. ഇനി 1,3-ബ്യൂട്ടാഡൈൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. 4 കാർബൺ ആറ്റംസ് 1 and 3rd പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതായത് ഇവിടെ 2 പൈ ബോണ്ടുകളാണുള്ളത്. അതായത് 4 പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 217 നാനോമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു വേവ് ലെങ്ത് അറിയാതെ തന്നെ നമുക്ക് ഈ 2 മോളിക്യൂൾസ് തന്നാൽ ഏതിനാണ് അബ്സോർപ്ഷൻ മാക്സിമം കൂടുതലെന്ന് പറയാൻ പറ്റും. എങ്ങനെയാ പറയുന്നത്? നമ്പർ ഓഫ് കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് നോക്കിയാൽ മതി. ഇവിടെ ഒറ്റ പൈ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഇവിടെ 2 പൈ ബോണ്ട് ഉണ്ട്. ഇനി 135 ഹെക്സാട്രൈൻ പോലെ 3 പൈ ബോണ്ട് അല്ലെങ്കിൽ 3 കോൺജുഗേഷന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ലാംഡ മാക്സിന്റെ വാല്യൂ കൂടും. Therefore, as number of conjugation increases, lambda max also increases. ഇതിന്റെ 1,3-ബ്യൂട്ടാഡൈൻ്റെ കേസിൽ 1,3-ബ്യൂട്ടാഡൈൻ ആണ് ലാംഡ മാക്സ് കൂടുതൽ. കാരണം അതിന്റെ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടുകളുടെ എണ്ണം കൂടുതലാണ്. അടുത്തത് ഡിസ്ക്രൈബ് ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. സെമ്മിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ആൻഡ് അത് 6 മാർക്കിന്റെ. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബിയർ ലാംബേർട്സ് ലോ, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ബിയർ ലാംബേർട്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റും എക്സ്പ്രഷനും മാത്രം. പിന്നെ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ വേരിയസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നടക്കുന്ന ട്രാൻസിഷൻസ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ IR ആക്ടിവിറ്റി ഓഫ് വേരിയസ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. അപ്പോൾ വേരിയസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ എനർജി ലെവൽസ്, ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോണിക് എനർജി ലെവൽസ് സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്, നോൺ ബോണ്ടിങ് ഉണ്ട്, പൈ സ്റ്റാർ ഉണ്ട്, സിഗ്മ സ്റ്റാർ ഉണ്ട്. ഇതിൽ പോസിബിൾ ആയിട്ടുള്ള 4 ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, N ടു സിഗ്മ സ്റ്റാർ ആൻഡ് N ടു പൈ സ്റ്റാർ ആൻഡ് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എനർജി ഗ്യാപ്പ് കൂടുതലാണ്. അതുകൊണ്ട് വേവ് ലെങ്തിന്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. എനർജി ഗ്യാപ്പ് കണ്ടോ, ഇത്രയും താഴേന്ന് മേളിൽ വരെ പോകണമല്ലോ ഇലക്ട്രോൺസിന്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ഇലക്ട്രോണിന്റെ ആ ഒരു അബ്സോർപ്ഷന്റെ വേവ് ലെങ്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ എനർജി കൂടുതലായിരിക്കും. അപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്ന ഏത് ടൈപ്പ് മോളിക്യൂൾസിലാണ്? സിഗ്മ ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ്, അതായത് സിംഗിൾ ബോണ്ടഡ് ഇലക്ട്രോൺസിലാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ഇതിന് എക്സാമ്പിൾ. ഈഥെയിൻ, മീഥെയിൻ, പ്രൊപ്പൈൻ ഒക്കെ പോലുള്ള മോളിക്യൂൾസിലാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അതായത് നോർമൽ ഹൈഡ്രോ കാർബൺസ്, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്. അടുത്തത് ഇതിന്റെ കേസിൽ 150 നാനോമീറ്റർ കുറവാണ് ഇവയുടെ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറവാണ് നമ്മൾ പറഞ്ഞു, എനർജി കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് ഓർഡിനറി സ്പെക്ട്രോമീറ്റർ 200 to 780 അല്ലെ 800 നാനോമീറ്ററിലെ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നമുക്ക് UV വിസിബിൾ സ്പെക്ട്ര വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാനോട്ട് ബി ഡിറ്റക്റ്റഡ് യൂസിങ് UV വിസിബിൾ സ്പെക്ട്ര. അടുത്തത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. പേര് പോലെ തന്നെ പൈ മോളിക്കുലർ ഓർബിറ്റൽസ് തമ്മിൽ നടക്കുന്ന ട്രാൻസിഷൻ ആണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. പൈ ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ബോണ്ടുകളുള്ള മോളിക്യൂൾസിലാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട ഈഥീന്, 1,3-ബ്യൂട്ടാഡൈന്, ബെൻസീൻ ഒക്കെയാണ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസിന്റെ കേസിൽ. ഇത് നമുക്ക് ഓർഡിനറി UV സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമ്മുടെ ഈഥീൻ മാത്രം 169 നാനോമീറ്റർ ആയതുകൊണ്ട് ഈഥീൻ മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള 1,3-ബ്യൂട്ടാഡൈന്, ബെൻസീൻ അങ്ങനെയുള്ള മോളിക്യൂൾസ് എല്ലാം നമുക്ക് UV വിസിബിൾ റീജിയനിലാണ്. അതുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രസൻസ് ഓഫ് കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് കൂടുന്നതിനനുസരിച്ച് ലാംഡ മാക്സ് വാല്യൂ കൂടും. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ കണ്ടു, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ കണ്ടു. ഈഥീന്, പ്രൊപ്പീൻ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. ഇനി N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ പൈ ബോണ്ട് വേണം, അതുപോലെ N നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും വേണം. അപ്പോൾ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ അതുപോലെ ഹാലജൻസിലൊക്കെയാണ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും
പൈ ബോണ്ടുള്ള മോളിക്യൂൾസിലാണ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. അത്തരത്തിലുള്ള മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, എസ്റ്റർ പോലുള്ള മോളിക്യൂൾസ്. ഇപ്പോൾ അസറ്റോൺ ഇതൊരു കീറ്റോൺ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഓക്സിജനിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. അത്തരം കേസുകളാണ് N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത്. കീറ്റോൺ, ആൽഡിഹൈഡ് പോലുള്ള മോളിക്യൂൾസ് ആണ് അതിന് എക്സാമ്പിൾ N2 പൈ സ്റ്റാറിന്. ഇനി N2 സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും സിഗ്മ ഇലക്ട്രോൺസും ഉള്ള മോളിക്യൂൾസിലാണ്. അതായത് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ് പോലുള്ള ആറ്റംസ് ഉണ്ടായിരിക്കണം. ഇവയുടെ കയ്യിലാണ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ളത്. ദെൻ നോർമൽ ആയിട്ടുള്ള സിഗ്മ ബോണ്ട് ഉള്ള മോളിക്യൂൾസ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആൽക്കഹോള്, മീതേന്, വാട്ടർ പോലുള്ള മോളിക്യൂൾസ് ഒക്കെ. ഇതിന്റെയൊക്കെ കേസിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം ഓക്സിജൻ ഒക്കെ ഉള്ളതുകൊണ്ട്, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഒക്കെ ഉള്ളതുകൊണ്ട് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ട്, സിംഗിൾ ബോണ്ടും ആയിരിക്കും. ഈ അബ്സോർപ്ഷനും 200 നാനോമീറ്ററിൽ കുറവായതുകൊണ്ട് നമുക്ക് ഓർഡിനറി UV സ്പെക്ട്രയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് പൈ ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസും പൈ ഇലക്ട്രോൺസും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉള്ള മോളിക്യൂൾസും ആയിരിക്കും. പൈ ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് ഈഥീന, പ്രൊപ്പീന, 1,3-ബ്യൂട്ടഡൈൻ അതുപോലുള്ള മോളിക്യൂൾസ്. പൈ ഇലക്ട്രോൺസും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉള്ളത് ഫോർമാൽഡിഹൈഡ്, അസറ്റോൺ, അസറ്റിക് ആസിഡ് പോലുള്ള മോളിക്യൂൾസ്. ദെൻ ബിയർ ലാംബർട്ട്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റും മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരുന്നത്. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബിയർ ലാംബർട്ട്സ് ലോ നമുക്കറിയാം, നമ്മളൊരു ഗിവൺ ഒരു സൊല്യൂഷൻ C കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനിൽ കൂടി നമ്മളൊരു I0 ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ള അബ്സോർബൻസ് ആണ് നമ്മുടെ ബിയർ ലാംബർട്ട്സ് ലോ പറയുന്നത്. അബ്സോർബൻസ് C കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, നമ്മൾ ഏത് സൊല്യൂഷനിൽ കൂടിയാണോ നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ് C. ദെൻ ആ ഒരു സൊല്യൂഷന്റെ തിക്നെസ് അല്ലെങ്കിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ L ആയിട്ടാണ് എടുക്കുന്നത്, ക്യാപിറ്റൽ L. ദെൻ I0 ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്, IT ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിയർ ലാംബർട്ട്സ് ലോ എങ്ങനെയായിരിക്കും? For a given material sample, path length and concentration of sample are directly proportional to absorbance of light. ഒരു given sample കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യപ്പെടുന്ന ലൈറ്റിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെ ആയിരിക്കും? പാത്ത് ലെങ്ത് L-നും കോൺസെൻട്രേഷൻ ഓഫ് സാമ്പിൾ C-ക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എപ്സിലോൺ എന്ന കോൺസ്റ്റന്റ് കൂടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ദാറ്റ് ഇസ് A is equal to എപ്സിലോൺ LC. A amount of light absorbed അല്ലെങ്കിൽ അബ്സോർബൻസ്, എപ്സിലോൺ മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ്, L ആ ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിന്റെ തിക്നെസ്, C കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബിംഗ് സ്പീഷീസ് ആയിരിക്കും. ഇനി ഈ ഇക്വേഷൻ വേറൊരു രീതിയിലും കൂടി എഴുതാം. I0 ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റും I ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റും ആണെങ്കിൽ A is equal to log I0 by IT എന്നുകൂടി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ CL is equal to minus log T. അപ്പൊ ഇതാണ് നമ്മുടെ ബിയർ ലാംബർട്ട്സ് ലോയുടെ എക്സ്പ്രഷൻ. അടുത്തത് SEM, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. SEM ഒരു ഇമ്പോർട്ടൻറ്റ് സർഫസ് ക്യാരക്ടറൈസേഷൻ ടെക്നിക്കാണ്, നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. SEM എത്ര മാർക്കിന് ചോദിച്ചിരിക്കുന്നത് നോക്കാമേ. SEM 6 മാർക്കിനും ബിയർ ലാംബർട്ട്സ് ലോ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. IR ആക്ടിവിറ്റി 3 മാർക്കിന്. ഓക്കെ, അപ്പോൾ മാർക്ക് അനുസരിച്ച് എഴുതിയാൽ മതി. SEM ഇവിടെ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി പേര് പോലെ തന്നെ ഒരു മൈക്രോസ്കോപ്പി ടെക്നിക്കാണ്, നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, അത് കണ്ണുകൊണ്ട് വെറുതെ നോക്കിയാൽ നാനോ പാർട്ടിക്കിൾസ് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവയുടെ സൈസോ ഷേപ്പോ സ്ട്രക്ചറോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇതൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. ഇലക്ട്രോൺസ് യൂസ് ചെയ്താണ് ഈ മൈക്രോസ്കോപ്പി നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ദാറ്റ് പ്രൊഡ്യൂസസ് ഇമേജസ് ഓഫ് സാമ്പിൾ ബൈ സ്കാനിങ് സർഫസ് വിത്ത് ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് സർഫസ് ഫീച്ചേഴ്സ്, ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, കോമ്പോസിഷൻ, ക്രിസ്റ്റലോഗ്രഫിക് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു സെമ്മിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ഉള്ളത്? ഇലക്ട്രോണിന്റെ ഒരു സോഴ്സ് ഉണ്ട്, ആനോഡ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇലക്ട്രോണിന്റെ ഒരു സോഴ്സ് ഉണ്ട്, ആനോഡ് ഉണ്ട്, കണ്ടൻസർ ലെൻസ് ഉണ്ട്, സ്കാൻ കോയിൽസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ സാമ്പിൾ വെച്ചിരിക്കുന്നത്. സാമ്പിൾ ഈ ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് വന്ന് ഈ ഇത്രയും അപ്പാരറ്റസിൽ കൂടി കടന്നുപോയി നമ്മുടെ സാമ്പിളിൽ ഇൻസിഡന്റ് ചെയ്ത് ദെൻ അത് ഡിഫ്ലക്ട് ചെയ്ത് ഡിറ്റക്ടർ ആംപ്ലിഫയർ കൂടിയൊക്കെ എത്തിയാണ് സെം നമുക്ക് ഇമേജ് കിട്ടുന്നത്, സെം ഇമേജ് കിട്ടുന്നത്. Electrons from top of column is accelerated down and passed through combination of lens. It produces focused beam of electron which hits surface of sample. അപ്പോൾ എങ്ങനെയാ ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് വരുന്നു, ആനോഡ് ആ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് കണ്ടൻസർ ലെൻസിൽ കൂടി പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോൺ ബീം ആക്കി മാറ്റി വീണ്ടും സ്കാൻ കോയിലിൽ കൂടി പാസ് ചെയ്യിപ്പിച്ച്
ഒബ്ജക്റ്റീവ് ലെൻസിൽ എത്തിയാണ് നമ്മുടെ സാമ്പിളിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഇലക്ട്രോൺ ഗണ്ണ് ബീം ഓഫ് എനർജറ്റിക് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ആനോഡ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ളതാണ്. സ്കാനിങ് കോയിൽസ് നമ്മുടെ ബീമിനെ ഡിഫ്ലക്ട് ചെയ്യാനുള്ളതാണ്. ദെൻ കണ്ടൻസർ ലെൻസ് ഇലക്ട്രോൺസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സാമ്പിൾ ചേമ്പറിലാണ് നമ്മൾ നമ്മുടെ സബ്സ്റ്റൻസ് വെക്കുന്നത്. ദെൻ ഈ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്താണ് നമുക്ക് സെം ഇമേജ് കിട്ടുന്നത്. സിഗ്നൽസിൽ സാധാരണ ഉള്ളത് സെക്കൻഡറി ഇലക്ട്രോൺസും ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസും എക്സ്റേസും ആയിരിക്കും. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഇൻസിഡന്റൽ ഇലക്ട്രോൺസ് ആണ്, റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ്സ്. അപ്പോൾ ഇവ ഡീപ്പർ റീജിയൻസ് ഓഫ് സാമ്പിളിൽ നിന്നാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് സാമ്പിളിന്റെ ഡീപ്പർ റീജിയനിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിൽ നിന്നുള്ള സിഗ്നൽസ് വഴിയാണ്. സെക്കൻഡറി ഇലക്ട്രോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സാമ്പിൾ സർഫസിൽ നിന്നാണ്. അപ്പോൾ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. എക്സ്റേസ് എമിറ്റ് ചെയ്യുന്നത് ബിനീത്ത് ദ സാമ്പിൾ ആണ്. അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ഈ എക്സ്റേസിൽ നിന്ന് മനസ്സിലാവും. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 3 ഡയമെൻഷണൽ ഇമേജ് ആണ് നമ്മുടെ സെം തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ IR സ്ട്രക്ചർ ആണ്. വൈബ്രേഷണൽ മോഡ്സിന്റെ IR ആക്ടിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിനാണ് കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നമുക്കറിയാം, അതിലുള്ള നമ്പർ ഓഫ് വൈബ്രേഷൻസ് 3n-5 ആണ്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിലെ വൈബ്രേഷണൽ മോഡ്സിന്റെ എണ്ണം 4 എണ്ണമാണെന്ന് നമുക്ക് കിട്ടും. 4 വൈബ്രേഷണൽ മോഡുകളാണുള്ളത്. സിമെട്രിക് സ്ട്രെച്ച് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ച് ഉണ്ട്, ബെൻഡ് ഉണ്ട്. അങ്ങനെ 4 സ്ട്രക്ചറുകളാണുള്ളത്. അപ്പോൾ ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആവാൻ വേണ്ട കണ്ടീഷൻ, അല്ലെ ഒരു വൈബ്രേഷൻ IR ആക്റ്റീവ് ആവാൻ വേണ്ട കണ്ടീഷൻ എന്താണ്? ആ വൈബ്രേഷന് ശേഷം there must be a change in dipole moment. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ സിമെട്രിക് സ്ട്രെച്ചിങ് കഴിയുമ്പോഴും എങ്ങനെ തന്നെ ഇരിക്കും, ലെങ്ത് കൂടും. പക്ഷേ രണ്ടു വശത്തും ഒരേ രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബോണ്ട് ലെങ്ത് കൂടുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഡൈപോൾ മൊമെന്റ്, ആദ്യത്തെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. സിമെട്രിക് സ്ട്രെച്ചിന് ശേഷവും ഡൈപോൾ മൊമെന്റ് 0 ആണ്. അതുകൊണ്ട് there is no change in dipole moment. അതുകൊണ്ട് സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇനാക്റ്റീവ് ആണ്. അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ഒരിടത്ത് ബോണ്ട് ലെങ്ത് കുറവ്, ഒരിടത്ത് ബോണ്ട് ലെങ്ത് കൂടുതലും ആയതുകൊണ്ട് ഇവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, അതുകൊണ്ട് IR ആക്റ്റീവ് ആണ്. ദെൻ ബെൻഡിങ്ങിന്റെ കേസിലും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, അതുകൊണ്ട് IR ആക്റ്റീവ് ആണ്. പിന്നെ ബെൻഡിങ് ഇൻ പ്ലെയിനും ബെൻഡിങ് ഔട്ട് പ്ലെയിനും ആയിട്ട് 2 ബെൻഡിങ് ആണുള്ളത്. പക്ഷേ 2 ബെൻഡിങ്ങും ഡീജനറേറ്റ് ആണ്. രണ്ടിനും വേണ്ട എനർജി സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് സിഗ്നൽ കിട്ടുമ്പോൾ ഈ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ ബെൻഡിങ്ങിന്റെ സിഗ്നലുകളാണ് കിട്ടുന്നത്. സോ സിമെട്രിക് സ്ട്രെച്ച് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോട്ട് IR ആക്റ്റീവ്. അതിന് സിഗ്നൽ കിട്ടില്ല. അസിമെട്രിക് സ്ട്രെച്ചിങ് 2349 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. 2 ബെൻഡിനും സെയിം വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് നമ്പർ ആണ്. അപ്പോൾ 667 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ കോൺജുഗേഷൻ, നമ്പർ ഓഫ് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന വ്യത്യാസം, ലാംഡ മാക്സിന് ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ ആദ്യം കണ്ടത്. ദെൻ സെം നമ്മൾ കണ്ടു, ബിയർ ലാംബേർട്സ് ലോ, അതുപോലെ വേരിയസ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, ദെൻ IR ആക്ടിവിറ്റി ഓഫ് വേരിയസ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷന്, വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ.